സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. നിങ്ങൾക്ക് എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ പുതിയ ബിഗ് ബോസ്, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാൻ പോകുന്നു. അത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞതേ ഉള്ളൂ. തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ തന്നെ മലയാള ബിഗ് ബോസ് തുടങ്ങാൻ പോകണേ. എനിക്ക് തോന്നുന്നു ഈ സീസൺ 6 സീസൺ 5 ഇതൊക്കെ നടത്തിയ ആ ഒരു ടൈം പോലെ തന്നെ ഈ മാർച്ച് ഏപ്രിൽ ഈ മാസത്തിൽ തന്നെ ആയിരിക്കും ബിഗ് ബോസ് തുടങ്ങാനുള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, ഒഫീഷ്യലി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസ് അത് നമ്മുടെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലിൽ തന്നെ തുടങ്ങാനാണ് ചാൻസ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിന് വേണ്ടി തനിച്ചൊരു സെറ്റ് ഇടലായിരുന്നു. അതുകൊണ്ടാണ് അത്ര ലേറ്റായി പോയത്. എന്തായാലും ഈ പ്രാവശ്യം നേരത്തെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 തുടങ്ങാനുള്ള നല്ല സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പ്രഡിക്ഷൻ പ്രകാരം ഈ പ്രാവശ്യം ആര് വരുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. പലവരും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊപ്പി വരണം, മറ്റേ അലൻ ജോസ് പെരേര വരണം, അതുപോലെ തന്നെ നമ്മുടെ ബാബുസ്വാമി പാട്ട് ഉണ്ടാക്കി നമ്മുടെ നാഗച്ചേച്ചി വരണം, അതുപോലെ തന്നെ അങ്ങനെ കുറേ പേരിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പേരിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര് വരാൻ ചാൻസ് തീരില്ല. തൊപ്പി എന്തായാലും വരാൻ ചാൻസ് ഇല്ല, അതുപോലെ തന്നെ നാഗചേച്ചി വരാൻ ചാൻസ് ഇല്ല. ജാസി ചിലപ്പോൾ ബിഗ് ബോസ് വീട്ടിലോട്ട് വരാനുള്ള സാധ്യത നല്ല കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ സീസണിലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജാസി വരാൻ ചാൻസ് ഉണ്ട്. അലൻ ജോസ് പെരേര വരാൻ ചിലപ്പോൾ 50-50 ചാൻസാണ്, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഈ തൊപ്പിയാണെങ്കിലും മറ്റു ആൾക്കാരാണെങ്കിലും നമ്മുടെ നാഗചേച്ചി ആണെങ്കിൽ വരാൻ ചാൻസ് കുറവ്. എന്താ വെച്ചാൽ അവർ യൂസ് ചെയ്യുന്ന ഭാഷ കുറച്ച് ഇതായതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റെഡ് കാർഡൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ബിഗ് ബോസിലോട്ട് വിളിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ആ സമയത്ത് ഇച്ചിരിയെങ്കിലും മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാൾക്കാരെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ പ്രേക്ഷകരുടെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ആൾക്കാർ വരണമെന്ന്. എന്തായാലും ബിഗ് ബോസ് എന്തായാലും ഞാൻ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസ് പുതിയ പണ്ടത്തെ ആക്ടർമാരെയൊക്കെ വിളിച്ച് കയറ്റുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസ് ഈ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ തുടക്കം ഉറപ്പായിട്ടും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.